ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ ഓഫ് 3x മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ ഡി എക്സ്. ഇതാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കാൻ പറ്റും, കാരണം പോളിനോമിയൽ ബൈ പോളിനോമിയൽ. ഡിനോമിനേറ്റർ ഫാക്ടറൈസ്ഡ് ഫോമാണ്, അത് ഹോൾ സ്ക്വയർ ആയിട്ടാണെന്ന് മാത്രം അല്ലേ. ഹോൾ സ്ക്വയർ ആണ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിൻ്റെ പവറിനേക്കാളും കുറവ് തന്നെയാണ് ന്യൂമറേറ്റർ. ഇവിടെ ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ വരും, അതിനേക്കാളും കുറവ് പവറാണ് ന്യൂമറേറ്ററിൽ വന്നിരിക്കുന്നത്, എക്സ്. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കാൻ പോവാണ്. എങ്ങനെയാണ്? ഇത് ടൈപ്പ് 3 ആണ്. 3x മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ. ഓർമ്മയുണ്ടല്ലോ ടൈപ്പ് 3 എങ്ങനെയാണ്? എ ബൈ എക്സ് പ്ലസ് 2 അല്ലേ, പ്ലസ് ബി ബൈ എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ടൈപ്പ് 3 ഓർമ്മയുണ്ടല്ലോ, നമ്മൾ പഠിച്ചത്. ഹോൾ സ്ക്വയർ വരുമ്പോൾ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ വരുമ്പോൾ എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ. അതേപോലെ തന്നെയാണ് എഴുതിയിരിക്കുന്നതും. ഇതുപോലെ എഴുതണം, കേട്ടല്ലോ. ഇനി നമ്മൾ റൈറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോഴേ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒഴിവാക്കാം. കാരണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ എക്സ് പ്ലസ് 2 ക്യൂബ് എന്ന് എഴുതേണ്ടി വരും. നമ്മൾ അറിയാമല്ലോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ എക്സ് പ്ലസ് 2 ക്യൂബ് എന്ന് എഴുതേണ്ടി വരും. പക്ഷെ ലെഫ്റ്റ് സൈഡിൽ എക്സ് പ്ലസ് 2 ക്യൂബ് അല്ല, അതുകൊണ്ട് മാച്ച് ആവില്ല, ഡിനോമിനേറ്റർ മാച്ച് ആവില്ല. അപ്പോൾ അതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഈ കേസിൽ ഒഴിവാക്കുകയാണ്. പകരം റൈറ്റ് സൈഡിൽ ന്യൂമറേറ്റർ കാണാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. എൽ സി എം എടുത്താൽ മതി, വളരെ സിമ്പിൾ അല്ലേ. എൽ സി എം എടുത്തിട്ട് ആഡ് ചെയ്യാൻ പഠിച്ചിട്ടില്ലേ? എക്സ് പ്ലസ് 2 സ്ക്വയർ അല്ലേ, കോമൺ ഡിനോമിനേറ്റർ എക്സ് പ്ലസ് 2 സ്ക്വയർ എന്ന് എഴുതാം. പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ എൽ സി എം എടുത്തിട്ട് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നോക്കാം, എക്സ് പ്ലസ് 2ൻ്റെ കൂടെ എക്സ് പ്ലസ് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എക്സ് പ്ലസ് 2 സ്ക്വയർ ആവുന്നത് അല്ലേ. എക്സ് പ്ലസ് 2ൻ്റെ കൂടെ എക്സ് പ്ലസ് 2 മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ എക്സ് പ്ലസ് 2 സ്ക്വയർ ആവുള്ളൂ. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് 2 മൾട്ടിപ്ലൈ ചെയ്യണം, എങ്കിലേ ഇതാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യണം. മുകളിൽ എക്സ് പ്ലസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിപ്പോൾ ഓൾറെഡി മാച്ചിങ് ആണ്, എക്സ് പ്ലസ് 2 സ്ക്വയർ എക്സ് പ്ലസ് 2 സ്ക്വയർ. അപ്പോൾ അതേ ന്യൂമറേറ്റർ തന്നെ കോപ്പി ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിൽ എന്താണ് വന്നതെന്ന് അറിയാമല്ലോ, 3x മൈനസ് 1 ബൈ എക്സ് പ്ലസ് 2 സ്ക്വയർ ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. നമുക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലെയും ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്യാം. ഡിനോമിനേറ്റർ ഓൾറെഡി ഈക്വൽ ആണല്ലോ. ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്യാൻ പോകണം. റൈറ്റ് സൈഡിൽ ന്യൂമറേറ്റർ എ ഇൻറ്റു എക്സ് പ്ലസ് 2 പ്ലസ് ബി ആണ് റൈറ്റ് സൈഡിൽ. ലെഫ്റ്റ് സൈഡിലെ ന്യൂമറേറ്റർ 3x മൈനസ് 1 ആണ്. എയും ബിയും കണ്ടാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെപ്പോഴും ചെയ്യാറുള്ള കാര്യം, എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞ ടേമിനെ 0 ആക്കാൻ എക്സിന് -2 കൊടുക്കണം. ശരിയാണോ? എക്സ് പ്ലസ് 2നെ 0 ആക്കാൻ എക്സിന് -2 കൊടുക്കാം. എക്സിന് -2 കൊടുത്തു കഴിഞ്ഞാൽ എ ഇൻറ്റു 0 വരും അല്ലേ, ബി മാത്രം വരും ലെഫ്റ്റ് സൈഡ്. റൈറ്റ് സൈഡിൽ എക്സിന് -2 കൊടുക്കണം. അപ്പോൾ 3 ഇൻറ്റു -2 -6, -6 -1 -7, ബി ഈക്വൽ -7 എന്ന് കിട്ടി. കറക്റ്റ് അല്ലേ? നമുക്കിനി എ കാണണം. എ കാണാൻ വളരെ എളുപ്പമാണ്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് കമ്പയർ ചെയ്താൽ മതി. ലെഫ്റ്റ് സൈഡിൽ 0 ആക്കാൻ പറ്റിയ ടേമുകൾ വേറെ ഇല്ലാത്തത് കൊണ്ട് കോഎഫിഷ്യൻ്റ് കമ്പയർ ചെയ്താൽ പെട്ടെന്ന് കിട്ടും നമുക്ക്. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കമ്പയർ ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ AX വരും ഇല്ലേ, AX. ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് A ആണ്, റൈറ്റ് സൈഡിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 3 ആണ്. അപ്പോൾ A ഈക്വൽ ടു 3 എന്ന് കിട്ടി. മറക്കരുത്, സ്റ്റെപ്പിൽ നിന്ന് ഇനി ഈ പ്രോബ്ലംസ് എല്ലാം ഇതേ മെത്തേഡാണ്. സോ ഇൻ്റഗ്രേഷൻ എങ്ങനെ വരും? ഈ ഫംഗ്ഷനെ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കിയിട്ടുണ്ട്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 അല്ലേ, അപ്പോൾ ഇവിടെ 3/x + 2 ആവും.
ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -7 അല്ലേ, -7/x+2 ഹോൾ സ്ക്വയർ എന്നും വരും. ഡി എക്സ് ഇത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, പാർഷ്യൽ ഫ്രാക്ഷനായി. ആദ്യത്തേതിൽ അത്രയും മാറ്റി നിർത്താം. 1/x+2ൻ്റെ ഇൻ്റഗ്രൽ log x+2 അല്ലേ. അടുത്തത് -7 മാറ്റി നിർത്താം. -7 മാറ്റി നിർത്തി. 1/x+2 സ്ക്വയർ അതിനെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? 1/x+2 സ്ക്വയറിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഒരു വഴിയുണ്ട്. 1/x+2 സ്ക്വയറിന് x+2 raised to -2 എന്ന് എഴുതിയാലോ, തെറ്റൊന്നുമില്ലല്ലോ. ഇത് നോക്കിയേ, ഇത് 1/x+2 സ്ക്വയർ തന്നെയല്ലേ. അപ്പോൾ നമുക്കിത് x⁻n ആയിട്ട് കമ്പയർ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് 3 × log x+2 -7 × x+2 raised to -2 + 1/-2 + 1. അത് മനസ്സിലായില്ലേ? x⁻n ആവുമ്പോൾ x⁻n + 1/n + 1 ആവും. അതായത് x+2 raised to -2 + 1/-2 + 1 plus c. That is 3 × log, വേണമെങ്കിൽ മോഡുലസ് സൈൻ ഇടാം, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മൈനസും മൈനസും ക്യാൻസലായി പോവും. 7/1 7. പിന്നെ x+2 raised to -1 plus c.